ദിവസമായി നാം വാഴ്ത്തപ്പെടും. ഈ നല്ല സമയത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്ന് ദൈവത്തിന് കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ വിടിയേറെ നാമത്തിൽ എന്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. അല്പസമയത്തെ ദൈവത്തിന്റെ ചിന്തയ്ക്കായി ദൈവത്തിന്റെ ഭാഗം വായിക്കുന്നു. ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായം അതിന്റെ 34-ാമത്തെ വാക്യം. അപ്പോൾ യഹോവയുടെ ആത്മാവ് ഗിദെയോന്റെ മേൽ വന്നു. അവൻ കാഹള ഊതി അബീയസരെ തന്റെ അടുക്കൽ വിളിച്ചുകൂട്ടി. ഹല്ലേലൂയ. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല തിരുവെഴുത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നാം ഇവിടെ ചിന്തിക്കുന്ന ദൈവഭൃത്യന്റെ പേര് ഗിദെയോൻ എന്നുള്ളതാണ്. ഗിദെയോനെ കുറിച്ച് നാം പലപ്പോഴും വായിക്കുകയും പഠിക്കുകയും ഞാൻ തന്നെ പല പ്രാവശ്യം ഗിദെയോനെ കുറിച്ചുള്ള ദൈവിക സന്ദേശം പറഞ്ഞിട്ടുണ്ട്. പ്രൈസ്. ഇന്ന് പകൽ നാം വീണ്ടും ഒരിക്കൽ കൂടി ആ വചനത്തിലൂടെ കടന്നു പോകുമ്പോൾ എന്നെ കേൾക്കുന്ന സ്നേഹിത, ഈ വചനം നമ്മുടെ ജീവിതത്തിനകത്ത് വളരെ ആത്മാവിൽ നിറഞ്ഞ് നമ്മൾ ഗിദെയോനെ പോലെ പ്രയോജനപ്പെടണം. പ്രൈസ്. കാരണം കാലഘട്ടം അതാണ്. പ്രൈസ്. അപ്പൊ യഹോവയുടെ ആത്മാവ് ഗിദെയോന്റെ മേൽ വന്നു എന്ന് നമ്മൾ വായിച്ചതുപോലെ ഈ കാലഘട്ടത്തിലും ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ മേൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കും ഗിദെയോനെ പോലെ ഉണർന്ന് പ്രവർത്തിക്കാൻ കഴിയൂ. പ്രൈസലോ. അതുകൊണ്ട് ദൈവജനം ഒരിക്കലും അലസരായി മാറാതെ മടിയന്മാരായി മാറാതെ ദൈവത്തിന്റെ ആത്മാവിനെ പ്രാപിച്ചുകൊണ്ട് ശക്തമായി ഈ കാലഘട്ടത്തിൽ ദൈവരാജ്യത്തിന്റെ മഹത്വമേറിയ ശുശ്രൂഷയ്ക്കായിട്ട് ഉണർന്ന് പ്രവർത്തിക്കുന്ന സമയം. പ്രൈസലോ. നമുക്ക് ലഭിച്ച സമയം അല്പം മാത്രമാണ്, ഒട്ടും നഷ്ടപ്പെടുത്തി കളയാനില്ല. ആ സമയം തക്കത്തിൽ നാം ഉപയോഗിക്കുന്നെങ്കിൽ മാത്രമേ ഈ ഭൂമിയിൽ കർത്താവ് നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ കഴിയൂ. പ്രൈസലോ. പലരും അലസരും മടിയന്മാരുമായി മാറുമ്പോൾ ഇവിടെ ദൈവത്തിന്റെ ആത്മാവ് നമ്മെ ഉദ്യമിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ ഉണർന്ന് പ്രവർത്തിക്കണമെന്ന് ഇവിടെ വചനം വായിക്കുന്നു. അനന്തരം മിദ്യാന്യരും അമാലേക്കരും കിഴക്ക് ദേശക്കാർ എല്ലാവരും ഒരുമിച്ചുകൂടി ഇക്കരെ കടന്ന് ജസ്രീ താഴ്വരയിൽ പാളയമിറങ്ങി. സാജനത്തിന് നേരെ വലിയൊരു പ്രതിസന്ധി കടന്നു വരുമ്പോൾ അവിടെ ദൈവം മൗനമായി ഇരിക്കുന്നില്ല. പിന്നെ എന്താണ്? ദൈവം അതിനെതിരെ ശക്തന്മാരായിരിക്കുന്ന ദാസന്മാരെ ഉയർത്തുമെന്നുള്ളത് വചനത്തിലൂടെ നമുക്ക് വെളിപ്പെടുത്തി തരുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ അപ്പോൾ യഹോവയുടെ ആത്മാവ് ഗിദെയോന്റെ മേൽ വന്നു എന്ന് നമ്മൾ വായിക്കുന്നത്. അപ്പൊ ഈ ഗിദെയോനെ കുറിച്ച് പഠിക്കുന്നത് ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായത്തില്. ഹല്ലേലൂയ. 6-ാം അധ്യായം തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് മിദ്യാന്യർ ഇസ്രായേലിനെ ഞെരുക്കുന്നതാണ്. ഹല്ലേലൂയ. ഇസ്രായേൽ മക്കൾ പിന്നെയും യഹോവയ്ക്ക് അനിഷ്ടമായത് ചെയ്ത് യഹോവ അവരെ 7 സംവത്സരം മിദ്യാന്റെ കയ്യിൽ ഏൽപ്പിച്ചു. ദൈവത്തിന് അനിഷ്ടമായുള്ളത് ദൈവഹിതമല്ലാത്ത പ്രവൃത്തികൾ ചെയ്ത് ഇസ്രായേലത്തെ ഞെരുക്കുവാൻ വേണ്ടി ദൈവം അല്ലെങ്കിൽ ഇസ്രായേലത്തെ മിദ്യാന്റെ കയ്യിൽ ഏൽപ്പിച്ചു. മിദ്യാന്റെ കയ്യിൽ അകപ്പെട്ടു പോയ ഇസ്രായേലം വളരെ ഭാരങ്ങൾ, പ്രയാസങ്ങൾ, പ്രതിസന്ധികളെ നേരിടേണ്ടി വന്നു തുടർന്ന് വായിക്കുമ്പോൾ കാണുന്നുണ്ട്. അങ്ങനെ അവർ ആ നിലവിളിയുടെ നടുവിൽ, ഇസ്രായേലത്തിന്റെ നിലവിളിയുടെ നടുവിൽ ദൈവം അല്ലെങ്കിൽ 6-ാമത്തെ ന്യായാധിപനായി ഗിദെയോനെ എഴുന്നേൽപ്പിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ഹല്ലേലൂയ. ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായം 11-ാം വാക്യം വായിക്കുമ്പോൾ കാണുന്നുണ്ട്. അനന്തരം യഹോവയുടെ ഒരു ദൂതൻ വന്ന് ഓഫ്രയിൽ അബീയസ്യനായ യോവാശിന്റെ കരുവേലകത്തിന് കീഴെ ഇരുന്ന് അവന്റെ മകനായ ഗിദെയോൻ അല്ലെങ്കിൽ ഗോതമ്പ് മിദ്യാനുടെ കയ്യിൽ പെടാതിരിക്കേണ്ടതിന് മുന്തിരിച്ചക്കിനരികെ വെച്ച് മെതിക്കുകയായിരുന്നു. യഹോവയുടെ ദൂതൻ അവന് പ്രത്യക്ഷനായി. അല്ലയോ പരാക്രമശാലിയെ, യഹോവ നിന്നോട് കൂടെയുണ്ട് എന്ന് അവനോട് പറഞ്ഞു. അങ്ങനെ ഗിദെയോനെ ശക്തിയോടെ നിറയ്ക്കുന്ന, ശക്തിയോടെ എഴുന്നേൽപ്പിക്കുന്ന, ഗിദെയോനെ ശക്തമായ ദൈവ നിയോഗം കൊടുത്ത്, ആത്മനിയോഗം കൊടുത്ത്, യഥാർത്ഥമായ ദൈവിക ദർശനങ്ങൾ കൊടുത്തുകൊണ്ട് ഗിദെയോനെ ഇസ്രായേലത്തെ മിദ്യാന്റെ കയ്യിൽ നിന്ന് വിടിവിക്കുവാൻ വേണ്ടി ദൈവം എഴുന്നേൽപ്പിച്ച 6-ാമത്തെ ന്യായാധിപനാണ് ഗിദെയോൻ എന്ന് പറയുന്നത്. ഞാൻ ആ ഭാഗം വായിച്ചു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇവിടെ നാം ചിന്തിക്കുന്ന ഭാഗം എന്ന് പറയുന്നത് ഗിദെയോന്റെ മേൽ ദൈവത്തിന്റെ ആത്മാവ് വന്നതുപോലെ തന്നെ ദൈവം നമ്മുടെ മേൽ പരിശുദ്ധാത്മാവിനെ പകർന്നു കഴിയുമ്പോൾ ഞാനും നിങ്ങളും മൗനമായി ഇരിക്കരുത്. രക്തം ചെയ്യും. ഓരോ വ്യക്തിയുടെ മേലും ദൈവം പരിശുദ്ധാത്മാവിനെ പകരാൻ ആഗ്രഹിക്കുന്നു. യോവേൽ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 28-ാം വാക്യം വായിക്കുമ്പോൾ കാണുന്നുണ്ട്, അന്ത്യകാലത്ത് സകല ജഡത്തിന്മേലും എന്റെ ആത്മാവിനെ പകരുമെന്ന്.
ആമി യോവേൽ പ്രവാചകൻ അരുളിച്ചെയ്ത ദൈവത്തിന്റെ വചനം പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ ഹല്ലേലൂയ ആ കൂടിയിരുന്ന 120 മേൽ ആ ദൈവത്തിന്റെ ആത്മാവ് ഇറങ്ങി വരുന്ന അവർ ദൈവത്താൽ ഉപയോഗിക്കപ്പെടുന്ന നമ്മൾ അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. ഹല്ലേലൂയ. അപ്പം വാഗ്ദത്തം ഒരിക്കലും മാറിപ്പോകുന്നതിന് വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനാണ്, അവനെ നിവർത്തിക്ക് തന്നെ ചെയ്യും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, ആമി ഗിദെയോന്റെ മേൽ ദൈവത്തിന്റെ ആത്മാവ് വന്ന് ഗിദെയോനെ ദൈവം ശക്തമായി കരങ്ങൾ ഉപയോഗിച്ചതുപോലെ രക്തം ചെയ്യും. ഈ കാലഘട്ടത്തിൽ എന്നെ കേൾക്കുന്ന ശ്രോതാവിൽ ദൈവം നിന്നെ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുക. ഈ ലോകത്തിന്റെ വെറുക്കൂത്ത് കിട്ടി ഈ ലോകത്തിന്റെ മാലിന്യങ്ങളെ വിട്ടിട്ട് ഈ ലോകത്തിന്റെ ഇമ്പങ്ങളെ ജഡിക സുഖങ്ങളെയൊക്കെ വിട്ടിട്ട് നീ കർത്താവായ യേശുക്രിസ്തുവിന് വേണ്ടി സമർപ്പണത്തോടെ കടന്നു വന്ന് ദൈവത്തിന്റെ ആത്മാവിനെ പ്രാപിച്ചുകൊണ്ട് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന നശിച്ചുകൊണ്ടിരിക്കുന്ന ആയിരങ്ങൾ പതിനായിരങ്ങളുടെ നടുവില് നീ കർത്താവിന് വേണ്ടി ഉണർന്ന് പ്രവർത്തിക്കണമെന്ന ദൈവത്തിന്റെ ആത്മാവ് ശക്തമായിട്ട് പറയുന്ന ദൂത്. ഹല്ലേലൂയ. ഇസ്രായേലത്തെ മിദ്യാന്യർ ആമി ജയിക്കൊണ്ടിരുന്നത് പോലെ തന്നെ ഈ കാലഘട്ടത്തിൽ ദൈവജനത്തെ ആമി ജയിക്കുന്ന മിദ്യാനി ശക്തികൾ ലോകമെമ്പാടും വ്യാപിച്ചുകൊണ്ടിരിക്കുക. ലോകമെമ്പാടും മിഥ്യാനി ശക്തികൾ ദൈവജനത്തെ തകർക്കാൻ എഴുന്നേൽക്കുമ്പോൾ അതിന്റെ നടുവിൽ ദൈവം ആമീൻ തന്റെ ആത്മാവിനെ നിങ്ങളുടെ മേൽ പകർന്നിട്ട് ഇസ്രായേലത്തെ ഞെരുക്കുന്ന മിദ്യാനിന്റെ ഗിദെയോൻ തകർത്ത് കളഞ്ഞതുപോലെ ഈ കാലഘട്ടത്തിൽ ദൈവസഭയെ ദൈവമക്കളെ തകർക്കുന്ന മിദ്യാനി ശക്തികളെ തകർക്കുവാൻ ദൈവത്തിന്റെ ആത്മാവിനെ ദൈവം നിന്നെ നിറയ്ക്കാൻ ആഗ്രഹിക്കുക. രക്തം ചെയ്യണം. അതുകൊണ്ട് എന്ത് ചെയ്യണം? നിങ്ങൾ കർത്താവിന് വേണ്ടി ശക്തമായിട്ട് ഉണർന്ന് പ്രവർത്തിക്കണം. ഹല്ലേലൂയ. ഇവിടെ നാം സന്ദർശിച്ച് അല്ലെങ്കിൽ ഇവിടെ നാം വായിക്കുന്ന വ്യക്തി എന്നുള്ള ഇസ്രായേലിന്റെ ഇസ്രായേലിന്റെ 5-ാമത്തെ അല്ലെങ്കിൽ സ്തോത്രം 6-ാമത്തെ ന്യായാധിപനെ കുറിച്ച്. ഹല്ലേലൂയ. സ്തോത്രം. അതേ സ്നേഹിത, നാം ഇസ്രായേലിലെ സ്തോത്രം 6-ാമത്തെ ന്യായാധിപനായിരിക്കുന്ന ഗിദെയോനെ കുറിച്ച് നാം വായിക്കുമ്പോൾ തന്നെ ഹല്ലേലൂയ നാം അവന്റെ മേൽ ദൈവത്തിന്റെ കൃപ എത്ര വലുതായിരുന്നു നമ്മൾ ചിന്തിക്കണം. ഹല്ലേലൂയ. അപ്പൊ ന്യായാധിപനായിരിക്കുന്ന ഗിദെയോൻ ഹല്ലേലൂയ അവന് യെരുബാൽ എന്ന ഒരു പേരുണ്ട് എന്ന് ന്യായാധിപന്മാരുടെ പുസ്തകം 6:32 നമുക്ക് വായിക്കാൻ കഴിയും. യെരുബെശത്ത് എന്ന ഒരു പേരും ഇവന് വേണ്ട. 2 ശമൂവേലിന്റെ പുസ്തകം 11:21 വായിക്കുമ്പോൾ കാണാൻ കഴിയും. ഗിദെയോൻ എന്ന വാക്കിന് വെട്ടുന്നവൻ എന്നാണ് അർത്ഥം. ഗിദെയോൻ എന്ന് പറഞ്ഞ വാക്കിന് വെട്ടുന്നവൻ എന്നർത്ഥം. ഹല്ലേലൂയ. ദൈവം ഒരുവനെ ഉപയോഗിച്ചാൽ ഹല്ലേലൂയ ആ മനുഷ്യനെ ദൈവം ശക്തമായി ദൈവകരങ്ങൾ പ്രയോഗിക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന പ്രിയ മാതാവേ പിതാവേ, ഗിദെയോനെ പോലെ ആത്മാവിനെ പ്രാപിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുകൊണ്ട് ഈ കാലഘട്ടത്തിൽ ദൈവസഭയ്ക്ക് നേരെ എഴുന്നേൽക്കുന്ന മിദ്യാനി ശക്തികളെ അതിനെതിരെ പോരാടുവാൻ നിന്നെ ദൈവം ശക്തനാക്കിക്കൊണ്ടിരിക്കുകയാണ്. രക്തം ചെയ്യണം. നിങ്ങൾ എന്ത് ചെയ്യണം? കർത്താവിന് വേണ്ടി ഉണർന്ന് പ്രവർത്തിക്കണം. ഹല്ലേലൂയ. നമുക്കറിയാം ആ കാലത്ത് ഇസ്രായേൽ രാജാവില്ലായിരുന്നു. ഓരോരുത്തൻ തനിക്ക് ബോധിച്ചതുപോലെ നടന്നു എന്നാണ് ന്യായാധിപന്മാരുടെ പുസ്തകം 21-ാം അധ്യായം 25-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത്. എന്ന് പറഞ്ഞാൽ തന്റെ ഇഷ്ടപ്രകാരം ജീവിച്ച ഇസ്രായേലിൽ തങ്ങളുടെ പാപനിമിത്തം പെട്ടെന്ന് അന്യജാതിക്കാരുടെ കയ്യിൽ അകപ്പെട്ടു പോയി. നമുക്കൊരു കുടുംബത്തിന് നാഥനില്ലാതായി കഴിഞ്ഞാൽ ഹല്ലേലൂയ ആ കുടുംബത്തിന്റെ അവസ്ഥ എത്ര ദയനീയമായിരിക്കും. ഒരു ദേശത്തിന് അല്ലെങ്കിൽ രാജ്യത്തിന്റെ രാജാവില്ലാതായി കഴിഞ്ഞാൽ ആ ദേശത്തിന്റെ സ്ഥിതി വളരെ അന്ധകാരമായിരിക്കും. എന്ന് പറഞ്ഞ പോലെ ആ കാലഘട്ടത്തിൽ ഇസ്രായേൽ രാജാവില്ലായിരുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് ജനം എന്ത് ചെയ്തു? സ്തോത്രം. തനിക്ക് ബോധിച്ചതുപോലെ നടന്നു, തന്നിഷ്ടപ്രകാരം ജീവിച്ചു, തന്നിഷ്ടപ്രകാരമുള്ള ചെയ്തു. അത് മുഖാന്തരം അവരുടെ പാപമുഖാന്തരം എന്ത് ചെയ്തു? അവരെ അന്യജാതിക്കാരുടെ കയ്യിൽ ദൈവം ഏൽപ്പിച്ചു എന്നുള്ളതാണ്. എന്നാൽ ഗിദെയോന്റെ കാലത്ത് മിദ്യാനിയർ ഇസ്രായേലിനെ 7 സംവത്സരം ഉപദ്രവിച്ചു കൊണ്ടിരുന്നു. ഇത്തരം സാഹചര്യത്തിലാണ് കർത്താവ് ഗിദെയോനെ മിദ്യാന്റെ കയ്യിൽ നിന്നും രക്ഷിക്കുവാനായി തെരഞ്ഞെടുത്തത്. ഗിദെയോന്റെ കാലഘട്ടത്തിൽ ഇസ്രായേലത്തെ മിദ്യാന്യർ ഞെരുക്കിക്കൊണ്ടിരുന്ന ഈ കാലഘട്ടത്തിൽ ഇസ്രായേലത്തെ വിടുവിക്കാൻ വേണ്ടിയിട്ട് ദൈവം തെരഞ്ഞെടുത്ത വ്യക്തിയാണ് ഗിദെയോൻ എന്ന് പറയുന്നത്. അപ്പൊ ഗിദെയോന്റെ ആ തെരഞ്ഞെടുപ്പ് നമ്മൾ മനസ്സിലാക്കണം. ഹല്ലേലൂയ. എന്നിട്ട് ഈ പുതിയ നിയമസഭയുള്ള ബന്ധം നിങ്ങളുടെ തെരഞ്ഞെടുപ്പ് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ഉണർന്ന് പ്രവർത്തിക്കണം. സ്തോത്രം. ഹല്ലേലൂയ. മിദ്യാന്യരുടെ കയ്യിൽ നിന്ന് ഇസ്രായേലത്തെ വിടുവിക്കുവാൻ വേണ്ടി ദൈവം ഗിദെയോനെ തെരഞ്ഞെടുത്തതുപോലെ
ഈ കാലഘട്ടത്തിൽ സാത്താന്റെ തന്ത്രങ്ങൾ അകപ്പെട്ട് പാപത്തിൽ വീണ് ശാപത്തിൽ വീണ് ഈ ലോകത്തിന്റെ ജടിക സുഖങ്ങളിൽ അകപ്പെട്ട് മദ്യമയക്കുമരുന്ന് ലഹരിയിൽ ആറാടി നടക്കുന്ന ഒരു കൂട്ടം ജനമുണ്ട്. അവരെ വിടിവിച്ചെടുക്കുവാൻ വേണ്ടിയിട്ടാണ് ദൈവം തന്റെ പരിശുദ്ധാത്മാവിനെ ദൈവജനത്തിന്റെ പകർന്നുകൊണ്ടിരിക്കുന്നത്. രക്തം ചെയ്യാം. അതുകൊണ്ട് നിങ്ങൾ ഉണർന്ന് പ്രവർത്തിക്കുക തന്നെ ചെയ്യണം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ നാം ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ കാണുന്ന യഹോവയുടെ ദൂതൻ അവന് പ്രത്യക്ഷമായി, അല്ലയോ പരാക്രമശാലി, യഹോവ നിന്നോട് കൂടെ ഉണ്ട് എന്ന് അവരോട് പറഞ്ഞുവെന്ന്. ആമി സ്തോത്രം സ്തോത്രം. ആമി ന്യായാധിപന്മാരുടെ പുസ്തകം 6-12 വാക്യം വായിക്കുന്നുണ്ട്. ആ വാക്കുകൾ ഗിദെയോൻ കേട്ട് ഗിദെയോൻ സന്തോഷപ്പെട്ടില്ല. അവന്റെ ഹൃദയത്തിൽ അനേക ചോദ്യങ്ങൾ ഉയർന്നു വന്നു. അപ്പം യഹോവയുടെ ആത്മാവും നിന്റെ മേലുണ്ട് എന്ന് ഗിദെയോനോട് ദൈവം പറഞ്ഞപ്പോൾ ആ ഗിദെയോൻ ആ വാക്ക് അതുപോലെ ഏറ്റെടുക്കുന്ന അനേക ചോദ്യചിഹ്നങ്ങൾ അവന്റെ മേൽ വന്നു. അല്ലെങ്കിൽ എന്ന് പറഞ്ഞ പോലെ എന്നെ കേൾക്കുന്ന സ്നേഹിത, ഈ കാലഘട്ടത്തിൽ ദൈവം നമ്മുടെ മേൽ ദൈവത്തിന്റെ ആത്മാവിനെ പകരുന്നു എന്ന് നമുക്കൊരു ബോധ്യമായാൽ നാം ഗിദെയോൻ ചോദിച്ചതുപോലെ അനേക ചോദ്യചിഹ്നങ്ങൾ ചോദിച്ചു നിൽക്കാതെ നാം കർത്താവിന് വേണ്ടി ഉണർന്ന് പ്രവർത്തിപ്പാൻ തയ്യാറാകുമ്പോഴാണ് ദൈവം നമ്മെ ശക്തമായിട്ട് ഉപയോഗിക്കുന്നത്. ആമേൻ. അല്ലെങ്കിൽ സ്തോത്രം. ഗിദെയോന്റെ കാലഘട്ടത്തിൽ യഹോവയുടെ ആത്മാവ് ഗിദെയോന്റെ മേൽ വന്നതുപോലെ തന്നെ ആമേൻ ദൈവം നിന്നെ നിയമിച്ചാക്കിയിരിക്കുന്ന സ്ഥാനത്ത് അലറിയ ആമേൻ ദൈവജനം പാപത്തിൽ വീണ് കിടക്കുമ്പോൾ ശാപത്തിൽ വീണ് കിടക്കുമ്പോൾ അവരെ ആ പാപത്തിന് ശാപത്തിന് വിടുവിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ദൈവം നിന്റെ മേൽ ആത്മാവിനെ പകർന്നിരിക്കുന്നത്. അതുകൊണ്ട് നിന്റെ മേൽ പകർന്നിരിക്കുന്ന ആത്മാവിന്റെ സാന്നിധ്യം നീ തിരിച്ചറിഞ്ഞിട്ട് ഹല്ലേലൂയ ആമേൻ നീ സമയത്ത് എഴുന്നേറ്റ് കർത്താവിന് വേണ്ടി ഉണർന്ന് പ്രവർത്തിക്കാൻ തയ്യാറായാൽ, അങ്ങനെ ഒരു ആത്മസമർപ്പണം ആത്മീയ സമർപ്പണം നിനക്ക് ഉണ്ടായാൽ ഹല്ലേലൂയ ഇന്നലകളിൽ നീ ചെയ്തതിനേക്കാൾ ശ്രേഷ്ഠമായത് ദൈവത്തിന്റെ ആത്മാവ് നിന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുമെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ചിലരോട് ശക്തമായിട്ട് ഇടപെടുന്ന ദൂത. ഹല്ലേലൂയ. ഇന്ന് പകൽ ഈ ദൈവത്തിന്റെ വചനം കേൾക്കുന്ന ശ്രോതാവി പരിശുദ്ധാത്മാവ് നിന്നെ ശക്തമായിട്ട് ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നു. ഇന്നലകളിൽ നീ പറഞ്ഞതിനേക്കാൾ ശ്രേഷ്ഠമായ ദൂതുകൾ, ഇന്നലകളിൽ നീ ശുശ്രൂഷിച്ചതിനേക്കാൾ ശ്രേഷ്ഠമായ ദൈവത്തിന്റെ വചനങ്ങൾ, വചനത്തിന്റെ ആഴങ്ങളും മർമ്മങ്ങളും ശക്തമായ വെളിപ്പാടുകളും ആമയും ദൈവവചനത്തിന്റെ മർമ്മങ്ങളും നിനക്ക് ദൈവത്തിന്റെ ആത്മാവിൽ വെളിപ്പെടുത്തി തന്നിട്ട് ആമയും പാപത്തിൽ ജനിക്കൊണ്ടിരിക്കുന്ന ശാപത്തിൽ ജനിക്കൊണ്ടിരിക്കുന്ന ഒരു കൂട്ടം തലമുറയെ അതിൽ നിന്ന് വിടുവിച്ചെടുക്കുവാൻ വേണ്ടി ഗിദെയോനെ പോലെ ദൈവം നിന്നെ ശക്തമായിട്ട് ഉപയോഗിക്കാൻ പോകുകയാണ്. ദൈവം നിന്നെ വിളിക്കുന്ന അല്ലയോ പരാക്രമശാലിയെ എന്നാണ്. ദൈവം നിങ്ങളെ ശക്തമായിട്ട് ഉപയോഗിക്കുമെന്ന് നിങ്ങൾ തിരിച്ചറിയണം. ഞാൻ ഈ ദൈവവചനം വായിക്കുകയും പഠിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവിനോട് പലപ്പോഴും പറയാറുണ്ട്, നീ മയങ്ങിപ്പോകരുത്, ഉറങ്ങിപ്പോകരുത്, ക്ഷീണിച്ചു പോകരുത്, തളർന്നു പോകരുത് എന്നൊക്കെ ദൈവാത്മാവ് ശക്തമായിട്ട് പലപ്പോഴും ഇടപെടാറുണ്ട്. കാരണം നമ്മുടെ ഉള്ളിൽ ക്ഷീണം വന്നു കഴിഞ്ഞാൽ, നമുക്ക് മയക്കം വന്നു കഴിഞ്ഞാൽ, നമുക്ക് തളർച്ച വന്നു കഴിഞ്ഞാൽ നാം ദൈവവേലയിൽ പിന്നോക്കം പോകും. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സ്നേഹിത, ഇസ്രായേലിനെ മിദ്യാന്യർ ജനിക്കുന്നതുപോലെ തന്നെ നിങ്ങൾക്ക് ചുറ്റും നോക്കിയാട്ടെ, നിങ്ങളുടെ കുടുംബങ്ങളിലേക്ക് നോക്കിയാട്ടെ, നിങ്ങളുടെ കുടുംബത്തിനകത്ത് നിങ്ങളുടെ സഹോദരങ്ങളെ, ബന്ധുമിത്രാദികളെ, നിങ്ങളുടെ ദേശക്കാരെ, ചാർച്ചക്കാരെ, നിങ്ങളുടെ അയൽവാസികളെ, നിങ്ങളുടെ ചുറ്റുമുള്ളവരെ, ബന്ധുമിത്രാദികളെ എത്രയോ ശക്തികളാണ്, അന്ധകാര ശക്തികളാണ് ഞെരുക്കിക്കൊണ്ടിരിക്കുന്നത്. ദൈവിക സമാധാനമില്ലാത്ത, സന്തോഷമില്ലാതെ, സ്വസ്ഥതയില്ലാതെ കണ്ണുനീരിന്റെ നടിയിലൂടെ അനേക കുടുംബങ്ങൾ കടന്നു പോകുകയില്ലേ, അനേക വ്യക്തികൾ കടന്നു പോകുകയില്ലേ. അതിന്റെ നടിയിൽ നിന്ന് അവരെ വിടുവിച്ചുകൊണ്ടിരുവാൻ, അവരെ ബോധവാന്മാരാക്കി എടുക്കുവാൻ, അവരുടെ തെറ്റുകളെ കുറിച്ച് അവർക്ക് ബോധ്യമാക്കി കൊടുക്കുവാൻ മിദ്യാന ശക്തികളുടെ കയ്യിൽ അകപ്പെട്ട് കിടക്കുന്ന നിന്റെ സഹോദരങ്ങളെ വിടുവിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ദൈവം നിന്നെ വിളിച്ച് വേർതിരിച്ച് നിന്റെ മേൽ ആത്മാവിനെ പകർന്നത്, അഭിഷേകം പകർന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഗിദെയോന്റെ വിളിയും നിങ്ങളുടെ വിളിയും നിങ്ങൾ മനസ്സിലാക്കണം എന്ന് പറഞ്ഞു. അതുകൊണ്ട് പത്രോസ് അപ്പോസ്തലൻ പറയുന്നത്, നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പും അധികം ഉറപ്പാക്കണമെന്ന്. നാം ദൈവത്തിന് വേണ്ടി ഉണർന്ന് പ്രവർത്തിക്കണമെന്ന് ദൈവത്തിന്റെ ആത്മാവ് പറയുക. ഇവിടെ നാം വീണ്ടും ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ കാണുന്നുണ്ടല്ലേ, ഗിദെയോൻ അവനോട്, അയ്യോ യജമാനനെ, യഹോവ നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് അല്ലെങ്കിൽ ഇതൊക്കെയും അവൻ ഭവിക്കുന്നത് എന്ത്? അല്ലേ, ഗിദെയോന്റെ ഒരു സംസാരം നമുക്കവിടെ കാണാൻ കഴിയും. എന്ന് പറഞ്ഞാൽ നമ്മൾ വചനം വായിക്കും കാണാൻ കഴിയുന്നത്, ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായം 13-14 വാക്യങ്ങൾ വായിക്കുമ്പോഴാണ് ഞാൻ പറഞ്ഞ ഭാഗം. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, അയ്യോ അല്ലരി സ്തോത്രം യഹോവ ഗിദെയോനെ അവനോട്, അയ്യോ യജമാനനെ, യഹോവ നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതൊക്കെയും ഭവിക്കുന്നത് എന്ത്? യഹോവ നമ്മെ മിസ്രയീമിൽ നിന്ന് കൊണ്ടുവന്നു എന്ന് നമ്മുടെ പിതാക്കന്മാർ നമ്മോട് അറിയിച്ചിട്ടുള്ള അവന്റെ
അവന്റെ അത്ഭുതങ്ങളൊക്കെയും എവിടെ? ഇപ്പോൾ യഹോവ നമ്മെ ഉപേക്ഷിച്ച് മിദ്യാന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. ഹല്ലേലൂയ എന്ന് പറഞ്ഞു. എന്നിട്ട് അടുത്ത വചനം പറയുകയാണ്, അപ്പോൾ യഹോവ അവനെ നോക്കി, നിന്റെ ഈ ബലത്തോടെ പോകാം, നീ ഇസ്രായേലിനെ മിസ്രയീമിന്റെ കയ്യിൽ നിന്ന് രക്ഷിക്കും, ഞാനല്ലയോ നിന്നെ അയക്കുന്നത്. അല്ലേ? അപ്പൊ ഗിദിയോന്റെ മനസ്സിൽ അനവധി ചോദ്യചിഹ്നങ്ങൾ ഉയർന്നു വന്നു കഴിഞ്ഞപ്പോൾ ഗിദിയോനോട് ദൈവം സംസാരിക്കുകയാണ്. ഹല്ലേലൂയ. ആമേ. യഹോവ അവനെ നോക്കിയിട്ട് പറയാം, നിന്റെ ഈ ബലത്തോടെ പോകാം, നിന്റെ ഈ ബലത്തോടെ പോകാം. ഹല്ലേലൂയ. നീ ഇസ്രായേലിനെ മിസ്രയീമ്യരുടെ മിദ്യാന്യരുടെ കയ്യിൽ നിന്ന് രക്ഷിക്കും, ഞാനല്ലയോ പറഞ്ഞത്. അത് ദൈവം നമ്മോട് പറഞ്ഞാൽ നമ്മൾ പൊക്കോണം. ആമേ. കർത്താവ് പറയാം, ഈ ബലത്തോടെ നീ പോകാൻ പറഞ്ഞാൽ നമ്മൾ ആ ബലത്തോടെ പോയാൽ മതി. ആമേ. ദൈവജനത്തെ ഞെരുക്കുന്ന മിദ്യാന്യരുടെ കയ്യിൽ നിന്ന് ദൈവം അല്ലെങ്കിൽ അവരെ വിടുവിച്ചു തരുവാൻ ദൈവശക്തനാ. നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന അഭിഷേകത്തിന്റെ, നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ആ ദൈവിക ശുശ്രൂഷയുടെ മഹത്വത്തിന്റെ വലിപ്പം കൂടെ നാം തിരിച്ചറിയണം. ഈ ദൈവ മക്കൾ നമ്മിൽ ദൈവം പകർന്നിരിക്കുന്ന അഭിഷേകം എന്ന് പറഞ്ഞാൽ ലോക മനുഷ്യന് നോക്കിയാൽ കാണാൻ കഴിയില്ല. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നിറയപ്പെട്ട, അഭിഷേകത്തെ നിറയപ്പെട്ട, ദൈവശക്തമായിട്ട് ഉപയോഗിക്കുന്ന ദൈവദാസന്മാരുള്ള ദൈവിക അധികാരത്തിന്റെ വില എന്തെന്ന് ലോകത്തിന് അറിയത്തില്ല. ഹല്ലേലൂയ. അത് തിരിച്ചറിയുന്ന ദൈവമക്കളാകട്ടോ. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവത്തിന്റെ വചനം പറയുകയാണ്. ഹല്ലേലൂയ. ആമേ. സ്തോത്രം. നിന്റെ ഈ ബലത്തോടെ പോകാം, നീ ഇസ്രായേലിനെ മിദ്യാന്യരുടെ കയ്യിൽ നിന്ന് രക്ഷിക്കും. പ്രൈസ് ലോർഡ്. ഞാനല്ലയോ നിന്നെ അയക്കുന്നത് എന്ന് പറഞ്ഞു. അതെ, എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നിന്നെ ഒരു ദേശത്തേക്ക് ദൈവം അയച്ചിട്ടുണ്ടെങ്കിൽ, ഒരു രാജ്യത്തേക്ക് ദൈവം നിന്നെ അയച്ചിട്ടുണ്ടെങ്കിൽ, ഒരു സംസ്ഥാനത്തേക്ക് ദൈവം നിന്നെ അയച്ചിട്ടുണ്ടെങ്കിൽ, ഹല്ലേലൂയ, അവിടെ നീ ഈ ബലത്തോടെ ദൈവത്തിന്റെ ആത്മാവിനെ പ്രാപിച്ചുകൊണ്ട് നീ അങ്ങ് പോയാൽ മതി. അവിടേക്ക് നിന്നെ അയക്കുന്നത് യഹോവയായ ദൈവമാ. പുതിയ നിയമസഭയുള്ള ബന്ധത്തെ അങ്ങോട്ട് നിന്നെ അയക്കുന്നത് കർത്താവായ യേശു ക്രിസ്തുവാണ്. ആമേൻ. നീ കടന്നു പോയാൽ മതി. നിന്നെ കണ്ട് ചെയ്യിക്കേണ്ടതെല്ലാം ദൈവം അവിടെ വെച്ച് ചെയ്യിക്കും. പ്രൈസ് ലോർഡ്. നിങ്ങളെ കൊണ്ട് ചെയ്യിക്കേണ്ടതെല്ലാം ദൈവം അവിടെ വെച്ച് ചെയ്യിക്കുമെന്ന്. നിങ്ങൾ ഒരിക്കലും ശുശ്രൂഷയിൽ മടുപ്പുള്ളവളായി മാറണ്ട. കാരണം മനുഷ്യൻ ബലഹീനനാണ്, പരാജിതനാണ്, മനുഷ്യൻ ഒരുപാട് കുറവുകളുള്ളവരാണ്. ഇതൊക്കെയുള്ളതാണ് മനുഷ്യന്റെ ജീവിതം. അങ്ങനെയാണ്. പക്ഷെ എത്ര പരാജിതരായിരുന്നാലും, കുറവുള്ളവനായിരുന്നാലും, ബലഹീനനായിരുന്നാലും യഹോവയുടെ ആത്മാവ് നമ്മുടെ മേൽ വന്നു കഴിഞ്ഞാൽ അല്ലേരി പിന്നെ നമ്മൾ പരാക്രമശാലിയായി ഗിദിയോനെ പോലെ പ്രവർത്തിക്കാൻ തുടങ്ങും. പ്രൈസ് ലോർഡ്. അപ്പം ഗോതമ്പ് മിദ്യാന്യരുടെ കയ്യിൽ പെടാതിരിക്കാൻ വേണ്ടിയിട്ട് ഹല്ലേലൂയ, അവൻ സ്തോത്രം, അവൻ ഗിദിയോൻ അവനെ മെതിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണല്ലോ ദൂതൻ അവന് പ്രത്യക്ഷനാകുന്നതും ദൈവവിളിയും ദൈവിക നിയോഗങ്ങൾക്ക് വെളിപ്പെടുന്നതും എന്ന് പറഞ്ഞതുപോലെ നിങ്ങൾ ആരെ പേടിച്ചിരിക്കുന്നോ, ആരെ ഭയപ്പെട്ടിരിക്കുന്നോ, അതിന്റെ നടുവിൽ നിന്നാണ് ദൈവം ഗിദിയോനെ വിളിച്ച് വേർതിരിച്ചതുപോലെ ദൈവം നിന്നെ വിളിച്ച് വേർതിരിക്കുന്നത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, നീ കടന്നു പോകുന്ന ദേശത്തെക്കുറിച്ച് നീ ഭയപ്പെടണ്ട. പ്രൈസ് ലോർഡ്. നിന്നെ ദൈവം അയക്കുന്ന ദേശത്തെക്കുറിച്ച് നീ ഭയപ്പെടേണ്ട, അവിടുത്തെ ജനത്തെക്കുറിച്ച് നീ ഭയപ്പെടേണ്ട, അവിടുത്തെ ആളുകളെ കുറിച്ച്, അവരുടെ രീതിയെക്കുറിച്ച്, അവരുടെ സംസാരത്തെക്കുറിച്ച്, അവരുടെ ഭാഷകളെക്കുറിച്ച്, അവരുടെ ശൈലിയെക്കുറിച്ച്, അവരുടെ പ്രവർത്തികളെക്കുറിച്ച് നീ ഭയപ്പെട്ടു പോകേണ്ട. കാരണം യഹോവയായ ദൈവമാണ് നിന്നെ ആ ദേശത്തേക്ക് അയച്ചിരിക്കുന്നത്. കർത്താവായ യേശു ക്രിസ്തുവാണ് ആ ദേശത്തേക്ക് അയച്ചത്. നിന്നെ തനിച്ചല്ല അയച്ചത്, ദൈവത്തിന്റെ ആത്മാവിനാ നിറച്ചാണ് രക്തം ചെയ്യും. പ്രൈസ് ലോർഡ്. അപ്പൊ നമ്മളെയൊക്കെ ദൈവം ചെയ്യുന്നു, ദൈവത്തിന്റെ ആത്മാവിനെ നിറച്ചാണ് ദൈവം ദേശത്താക്കി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഒരു മിഥ്യാനിശക്തിക്കും നിന്നെ തൊടുവാൻ കഴിയില്ല. പ്രൈസ് ലോർഡ്. നിങ്ങൾ ചിന്തിച്ചു നോക്കിയാട്ട് എത്രയോ കാലങ്ങളായി ദൈവസഭ ഉപദ്രവത്തിലൂടെ കടന്നു പോകുന്നു. എത്രയോ കാലങ്ങളായി ദൈവമക്കൾ ആക്രമണത്തിലൂടെ കടന്നു പോകുന്നു. പീഡകൾ വർദ്ധിക്കുന്നു. ദൈവസഭയും ദൈവജനത്തെയും തകർക്കുവാൻ, ദൈവനാമത്തെയും ഭൂമി നിർമൂലനാശം ചെയ്ത് ഇല്ലായ്മപ്പെടുത്തുവാൻ പിശാച് പലവിധമായ പദ്ധതികളുമായി രംഗത്ത് പലപ്പോഴും വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. മനുഷ്യന്റെ ഇടയിൽ ഭയം വരുത്തി ചിലരെയൊക്കെ അവൻ തകർത്ത് അവൻ ഭയപ്പെടുന്ന അനുഭവങ്ങളൊക്കെ കടത്തിവിട്ട് ഇനി മേലാൽ നീ സംസാരിക്കുക, യേശുവിനെ കുറിച്ച് പറയരുത്, സുവിശേഷം പങ്കുവെക്കരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല മിഥ്യാന ശക്തികളും ദൈവസഭയ്ക്ക് നേരെ ഇന്നലകളിൽ എഴുന്നേറ്റിട്ടുണ്ട്. ഹല്ലേലൂയ. അവരെയൊക്കെ ദൈവം തൊട്ടിട്ടുമുണ്ട്. സ്തോത്രം. നിന്റെ പേര് ആത്മാവുണ്ടെങ്കിൽ നീ ഉണർന്ന് പ്രാർത്ഥിച്ചാൽ മതി.
ദൈവത്തിന്റെ ആത്മാവിന്റെ മേൽ ഉണ്ടെങ്കിൽ നീ ഉണർന്ന് പ്രാർത്ഥിച്ചാൽ ദൈവസഭയ്ക്ക് വിരോധമായി നിൽക്കുന്ന മിഥ്യാനി ശക്തികളെ ദൈവം അങ്ങ് ഒടുക്കിക്കളയും, രക്തം ചെയ്യും. ഹല്ലേലൂയ. അത് നമ്മുടെ കണ്ണാലെ കണ്ടുകൊണ്ടിരിക്കുന്ന അനവധി സംഭവങ്ങൾ നമുക്ക് വെളിപ്പെടുത്തി തരുമ്പോൾ നാളുകളുടെ ദിവസങ്ങളിൽ, നാളുകളുടെ ദിനങ്ങളിൽ ദൈവസഭയും ദൈവമക്കളെയും തകർക്കുന്ന അന്ധകാരത്തിന്റെ വ്യാപാര മണ്ഡലങ്ങൾ മുട്ടുകുത്തുന്ന ഈ ഞാനും കാണാൻ പോവുകയാണ്. അവിടെ ദൈവസഭയെ ഉപദ്രവിച്ചും ദൈവമക്കളെ ഉപദ്രവിച്ചും ദൈവസഭയെ ഇല്ലായ്മ ചെയ്യുവാൻ ഈ ഒരു സമൂഹത്തെ ഇവിടെ നിന്ന് തന്നെ തുടച്ചു മാറ്റാൻ ശ്രമിക്കുന്നവരോട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നത് ദൈവജന ഗിദിയോന്മാരെ അങ്ങ് എഴുന്നേൽപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ആത്മാവിൽ നിറയപ്പെട്ട്, പരിശുദ്ധാത്മാവിൽ നിറയപ്പെട്ട് പരാക്രമശാലികളെ പോലെ ഗിദെയോന്മാരെ ദൈവം എഴുന്നേൽപ്പിച്ചിട്ടുണ്ട് ശ്രോതാവേ. അതുകൊണ്ട് നീ സൂക്ഷിച്ചിടപെട്ടാൽ, നീ സൂക്ഷിച്ച് പ്രവർത്തിച്ചാൽ നിനക്കും നിന്റെ കുടുംബത്തിനും കൊള്ളാം. ഹല്ലേലൂയ. ദൈവജനം ദൈവത്തിന്റെ കണ്ണിലെ കൃഷ്ണമണികളാണ്. ഹല്ലേലൂയ. അപ്പൊ ദൈവജനം ആരാണ്? ദൈവജനം ദൈവത്തിന്റെ കണ്ണിലെ കൃഷ്ണമണികളാണ്. ഇസ്രായേൽ ജനം ദൈവത്തിന്റെ കണ്ണിലെ കൃഷ്ണമണികളാണ്. അവരെ മിഥ്യാനി ശക്തികൾ ഞെരുക്കിക്കൊണ്ടിരുന്നപ്പോൾ ഇസ്രായേൽ ജനത്തിന്റെ നിലവിളി കേട്ട് ദൈവത്തിന്റെ കണ്ണിലെ കൃഷ്ണമണികളായിരിക്കുന്ന ഇസ്രായേൽ ജനത്തെ വിടുവിക്കുവാൻ വേണ്ടി ദൈവം പരാക്രമശാലിയായി ഗിദെയോനെ എഴുന്നേൽപ്പിച്ചതുപോലെ ഈ കാലഘട്ടത്തിൽ ദൈവത്തിന്റെ കണ്ണിലെ കൃഷ്ണമണിയായിരിക്കുന്ന ദൈവത്തിന്റെ ജനത്തെ ഞെരുക്കുന്ന മിഥ്യാനി ശക്തികളെ തകർപ്പാൻ വേണ്ടിയിട്ട് ദൈവം ഇന്നും ഓരോരുത്തരുടെ പേരും ആത്മാവിനെ പകർന്നുകൊണ്ടിരിക്കുന്നത്. രക്തം ചെയ്യണം. ഹല്ലേലൂയ. നാം ദൈവത്തിന്റെ വചനത്തിലേക്ക് മടങ്ങി വരണം കേട്ടോ. വീണ്ടും നാം ദൈവത്തിന്റെ വചനമൊക്കെ വായിക്കുമ്പോൾ കാണുന്നുണ്ട്. ഹല്ലേലൂയ. കർത്താവ് ഇതേ വാക്കുകൾ നിങ്ങൾക്ക് നൽകിയ. ഹല്ലേലൂയ. ഈ കാലഘട്ടത്തിലുള്ള ജനത്തോട് ദൈവം പറയുന്നത് ഈ ബലത്തോടെ പോകാനാ. പ്രൈസ് ദി ലോർഡ്. ഗിദെയോനോട് പറഞ്ഞതുപോലെ തന്നെ കർത്താവ് പറയാൻ ഈ ബലത്തോടെ നിങ്ങൾ പോകണം. ഹല്ലേലൂയ. സ്തോത്രം. നിങ്ങൾ പോകുമ്പോൾ സ്വർഗവും ദൈവദൂതന്മാരും കെരൂബുകളും സാറാഫുകളും നിങ്ങളോട് കൂടെ ഉണ്ടാകും. പ്രൈസ് ദി ലോർഡ്. നിങ്ങളോട് പോകാൻ പറയുമ്പോൾ നിങ്ങൾ ഒറ്റയ്ക്കല്ല പോകുന്നത്, പിന്നെ സ്വർഗം മുഴുവനും കെരൂബുകളും സാറാഫുകളും ഹല്ലേലൂയ ദൂതന്മാരും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. നിങ്ങൾ വലിയൊരു സൈന്യമായിരിക്കും. ഹല്ലേലൂയ. സ്തോത്രം. അതുകൊണ്ട് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നമ്മൾ കേട്ടിട്ടില്ല, ചില പ്രാർത്ഥനയൊക്കെ നടക്കുന്ന സ്ഥലത്തേക്ക് ശത്രു ഇരച്ചു കയറി ചെന്നപ്പോൾ ഹല്ലേലൂയ ശത്രു ഇരച്ചു കയറി ചെല്ലുമ്പോഴെന്ന പ്രാർത്ഥന നടക്കുന്ന സ്ഥലത്ത് വലിയ അഗ്നിയുടെ പ്രഭാവം അഗ്നി പോലെ അടുക്കുവാൻ കഴിയാത്ത വിധത്തിൽ അവിടൊക്കെ ദൈവസാന്നിധ്യം വെളിപ്പെട്ട് നമ്മൾ പലപ്പോഴും വായിച്ചിട്ടില്ല. എന്തുകൊണ്ടാണ്? ദൈവം നിങ്ങളെ അയക്കുമ്പോൾ നിങ്ങളെ തനിച്ചല്ല അയക്കുന്നത്. ദൈവത്തിന് വലിയ ദൂതഗണങ്ങൾ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. ഹല്ലേലൂയ. നമ്മൾ സങ്കീർത്തന പുസ്തകമൊക്കെ വായിക്കുമ്പോൾ കണ്ട യഹോവയുടെ ദൂതൻ തന്റെ ഭക്തന്മാർക്ക് ചുറ്റും പാളയമിറങ്ങിയവരെ വിടുവിക്കുന്നു. 34 സങ്കീർത്തനമൊക്കെ വായിക്കുന്നുണ്ട്. അത് നീ തനിച്ചല്ല ശ്രോതാവേ. ഗിദെയോനോട് ദൈവം പറഞ്ഞു, നീ തനിച്ചല്ല, സ്വർഗം മുഴുവൻ നിന്നോട് കൂടെയുണ്ട്. കെരൂബുകളും സാറാഫുകളും ദൂതന്മാരും നിന്നോട് കൂടെയുണ്ട്. നീ തനിച്ച് പോകണ്ട, നിന്നോട് കൂടെ ഞാൻ വലിയൊരു സംഘത്തെ അയക്കുന്നുണ്ട്. നിനക്ക് നേരെ കടന്നു വരുന്ന മിഥ്യാനി ശക്തികളെ തകർക്കുവാൻ, നിനക്ക് നേരെ കടന്നു വരുന്ന മിഥ്യാനി ശക്തികളോട് പടവെട്ടുവാൻ. ഹല്ലേലൂയ. ഇസ്രായേൽ ജനത്തെ ഞെരുക്കിക്കൊണ്ടിരിക്കുന്ന മിഥ്യാന്റെ നിർമൂലം ചെയ്യുവാൻ ഞാൻ അടക്കം സ്വർഗം മുഴുവൻ നിന്നോട് കൂടെയുണ്ടെന്നായി യഹോവയായ ദൈവം ഗിദെയോനോട് പറഞ്ഞത്. ഇത് തന്നെയാണ് നമ്മോടും പറയുന്നത്. രക്തം ചെയ്യും. നിങ്ങൾ തനിച്ചല്ല. ചിലരൊക്കെ പറയും ഞാൻ തനിച്ചാണ്, ഞാൻ തന്നെയോട്, ഞാൻ ഏകനാണ് എന്നൊക്കെ പറയുന്നവരോട് പറയട്ടെ, നീ തനിച്ചല്ല, യഹോവ നിന്നോട് കൂടെയുണ്ടാകും. രക്തം ചെയ്യാം. ഹല്ലേലൂയ. അപ്പൊ നിങ്ങൾ പോകുമ്പോൾ ദൈവദൂതന്മാരും കെരൂബുകളും സാറാഫുകളും നിങ്ങളോട് കൂടെ വരും. ഒരിക്കലും നിങ്ങൾ തനിച്ചാകിയില്ല. ഹല്ലേലൂയ. അതുകൊണ്ടാണ് നമ്മൾ യോഹന്നാന്റെ ലേഖനമൊക്കെ വായിക്കുമ്പോൾ 1 യോഹന്നാന്റെ ലേഖനം ഹല്ലേലൂയ 1 യോഹന്നാന്റെ ലേഖനം 4-ാം അധ്യായം അതിന്റെ 4-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ കാണുന്നത്, കുഞ്ഞുങ്ങളെ നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാകുന്നു. ഹല്ലേലൂയ. അവരെ ജയിച്ചുമിരിക്കും. നിങ്ങളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനല്ലോ. ഹല്ലേലൂയ. ഈ വചനമൊക്കെ അന്ന് ഗിദെയോന്റെ കാലഘട്ടത്തിൽ എഴുതിയിട്ടില്ലെങ്കിലും ഒരുപക്ഷെ ദൈവത്തിന്റെ ആത്മാവ് ഗിദെയോനിൽ കൂടി ഈ വചനമൊക്കെ നൽകി കാണും. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് ആ കാലഘട്ടത്തിൽ വെളിപ്പെടാത്ത പലതും ഈ കാലഘട്ടത്തിൽ ദൈവത്തിന്റെ ആത്മാവ് വെളിപ്പെടുത്തി തരുമ്പോൾ ഇന്ന് പകൽ ദൈവത്തിന്റെ ആത്മാവ് എന്നെ കേൾക്കുന്ന ശ്രോതാവ് നിങ്ങളോട് പറയുന്നത്, കുഞ്ഞുങ്ങളിൽ നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാ. നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവനാണ്. ഹല്ലേലൂയ. ഗിദെയോനെ ദൈവം തെരഞ്ഞെടുത്തതാ.
നിങ്ങൾ തന്നെ ദൈവം തെരഞ്ഞെടുത്തു, അതുകൊണ്ട് നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാകുന്നു. അവരെ ജയിച്ചുമിരിക്കുന്നു. ആരെയാണ്? ലോകത്തെ ജയിച്ചിരിക്കുന്നു, മിദ്യാനി ശക്തികളെ ജയിച്ചിരിക്കുന്നു. ഗിദെയോനോട് ദൈവം പറഞ്ഞു, ഗിദെയോനെ, നീ മിദ്യാനി ശക്തിയെ ജയിച്ചിരിക്കുക. നീ ദൈവത്തിന്റെ മകനാണ്, നിന്നെ ഞാനാണ് അയച്ചിരിക്കുന്നത്, ഞാൻ നിന്നോട് കൂടെ പോരും, അതുകൊണ്ട് നീ അവരെ ജയിച്ചു. ഹല്ലേലൂയ. ആമേൻ, സ്തോത്രം. എന്നിട്ട് കർത്താവ് പറയാൻ, നിങ്ങളിലുള്ളവൻ, ഗിദെയോനോട്, നിങ്ങളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാ. ആ വചനമൊക്കെ ഗിദെയോനോട് ഇടപെട്ട് കാണും കേട്ടോ. ഇന്നും നമ്മോടും അതുപോലെ, നിങ്ങളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാ. ഹല്ലേലൂയ. അതേ സ്നേഹിത, ഈ ലോകത്തിലുള്ളവൻ എന്ന് പറഞ്ഞാൽ സാത്താനാ. ഹല്ലേലൂയ. ഈ ലോകത്തിലുള്ളവൻ പറഞ്ഞാൽ പിശാച. ഈ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ് നമ്മുടെ ഉള്ളിലിരിക്കുന്നത്. കാരണം കർത്താവായ യേശു ക്രിസ്തുവ ഈ ലോകത്തിലുള്ളവന്റെ തലയെ തകർത്തു യേശു. അല്ലെങ്കിൽ കാൽവരി ക്രൂശിൽ കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിലുള്ള സാത്താന്റെ തലയെ ആമീൻ തകർത്തു. ഹല്ലേലൂയ. സാത്താന്റെ തലയെ തകർത്ത് മരണത്തെ ജയിച്ച് പാതാളത്തെ ജയിച്ച് ആമീൻ ഉയർത്തെഴുന്നിട്ട് സ്വർഗാരോപണം ചെയ്ത് പിതാവിന്റെ വലത്തുഭാഗത്ത് നമുക്ക് വേണ്ടി മധ്യസ്ഥനയ്ക്കുന്ന ആമീൻ തന്റെ സഭയെ ചേർക്കാൻ മധ്യാകാശത്തിൽ വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ ആത്മാവിനെ നമ്മുടെ മേൽ പകർന്നിട്ട് പറയുകയാണ്, നിങ്ങളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ്. ഈശ്വരോ, നമ്മളുള്ളവൻ ലോകത്തിലുള്ളവരെക്കാൾ വലിയവനാണ്. അതുകൊണ്ട് നിങ്ങൾ ഭാരപ്പെട്ടു പോകരുത്. അതുകൊണ്ടാണ് ഫിലിപ്പിയ കാരാഗ്രഹത്തിനകത്ത് പൗലോസ് കിടക്കുമ്പോഴും പറഞ്ഞത്, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു. ഹല്ലേലൂയ. പൗലോസിന്റെ ജീവിത കാലഘട്ടം എന്നൊക്കെ പറഞ്ഞാൽ വലിയ പ്രതികൂലങ്ങൾ കൊണ്ട് നിറയപ്പെട്ടതായിരുന്നു, പ്രതിസന്ധികൾ കൊണ്ട് നിറയപ്പെട്ടതായിരുന്നു. ആദിമസഭയുടെ അപ്പോസ്തലനായി ദൈവം ഹല്ലേലൂയ പൗലോസിനെ വേർതിരിച്ച് ദൈവസഭയുടെ മർമ്മങ്ങളെ, ദൈവസഭയുടെ സത്യങ്ങളെ വെളിപ്പെടുത്തി കൊടുത്ത് പൗലോസിലൂടെ ദൈവം അനേക അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തുകൊണ്ട് പൗലോസ് കടന്നു പോകുന്ന സ്ഥലങ്ങളിലെ ജനം രക്ഷിക്കപ്പെട്ട് ദൈവസഭയുടെ ചെന്ന ദൈവസഭ സ്ഥാപിതമാകുമ്പോൾ പൗലോസിനെ കടുത്ത ആക്രമണങ്ങൾ കടന്നു വന്നു. ഹല്ലേലൂയ. പൗലോസിനെതിരെ കടുത്ത ആക്രമണങ്ങൾ കടന്നു വരികയും പൗലോസ് ഫിലിപ്പിയ കാരാഗ്രഹത്തിനകത്ത് അകപ്പെടുകയും ചെയ്തു. അങ്ങനെ ഫിലിപ്പിയ കാരാഗ്രഹത്തിനകത്ത് അകപ്പെട്ട് കിടക്കുന്ന ഹല്ലേലൂയ പൗലോസിനെ നോക്കിക്കൊണ്ട ഹല്ലേലൂയ സ്തോത്രം നമ്മുടെ കർത്താവ് പറയുന്നത് സ്തോത്രം, അല്ലെങ്കിൽ എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്ന ആത്മാവ് എന്റെ വചനം പൗലോസിന് കൊടുത്തതും പൗലോസ് എഴുതി വെച്ചതും. അതുകൊണ്ട് നിങ്ങളും പറയണേ, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം സകലത്തിനും മതിയാകുന്നു. ഗിദെയോൻ ഒരു കാലഘട്ടത്തിൽ അത് പറഞ്ഞു കാണും, എന്നെ ശക്തനാക്കുന്ന യഹോവ സകലത്തിനും മതിയാകുന്നു, അതുകൊണ്ട് എന്റെ മുമ്പിൽ എത്തിച്ച ദൗത്യത്തെ ഞാൻ ജയിക്കും. ഇസ്രായേൽ ജനത്തെ ഞെരുക്കുന്ന മിദ്യാന്യരുടെ കയ്യിൽ നിന്ന് ഞാൻ ഇസ്രായേൽ ജനത്തെ വിടുവിക്കും. കാരണം ശക്തനായവൻ ഗിദെയോനോട് കൂടെയുണ്ട്. അല്ലെങ്കിൽ ശക്തനായവൻ പൗലോസിനോട് കൂടെയുണ്ട്, ശക്തനായവൻ നിങ്ങളോട് കൂടെയുണ്ട്. നിങ്ങളിലുള്ളവൻ ലോകത്തിലുള്ളവരെക്കാൾ വലിയതാണ് സഹോദര സഹോദരി. അതുകൊണ്ട് നിന്റെ കുടുംബത്തെ ഞെരുക്കുന്ന മിദ്യാനി ശക്തികളെ നീ തിരിച്ചറിയണം. പ്രൈസലോ. ഇതുപോലെ തന്നെയാണ് ദൈവസഭയെ ഞെരുക്കുന്ന പോലെ തന്നെയാണ് നിങ്ങളുടെ കുടുംബത്തെ ഞെരുക്കുന്നതും. പ്രൈസലോ. നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും തകർക്കുവാൻ വേണ്ടിയിട്ട് മിദ്യാനി ശക്തികൾ നിങ്ങളുടെ കുടുംബത്തിന്റെ നാളുകളായി പോരാടുന്നത്. ഹല്ലേലൂയ. അവൻ പലവിധമായ തന്ത്രങ്ങളും പലവിധമായ പദ്ധതികളുമായിട്ടാണ് കടന്നു വരുന്നത്. ഹല്ലേലൂയ. ഒന്നെങ്കിൽ നിന്റെ ഭർത്താവിനെ മദ്യപാനിയാക്കി മാറ്റും, അല്ലെങ്കിൽ നിന്റെ ഭാര്യയെ മദ്യപാനിയാക്കി മാറ്റും, അല്ലെങ്കിൽ നിന്റെ മക്കളെ മദ്യപാനിയാക്കി മയക്കുമരുന്ന് അടിമകളൊക്കെ മാറ്റും, അല്ലെങ്കിൽ നിന്റെ കുടുംബത്തിന് അരാജകത്വം കൊണ്ടതിന്റെ കുടുംബത്തിന് കണ്ണുനീര് കൊണ്ടത്തരും, അല്ലെങ്കിൽ നിന്റെ വിവിധമായ ബന്ധനങ്ങളാൽ അകപ്പെടുത്തി വിവിധ ശാപങ്ങൾ നിന്റെ കുടുംബത്തിനകത്ത് കൊണ്ടെത്തന്ന് നിന്നെ ഞെരുക്കിക്കളയുന്ന മിദ്യാനി ശക്തികളുണ്ട്. ഈശ്വരോ. ഹല്ലേലൂയ. അതുകൊണ്ട് ചില കുടുംബങ്ങളൊക്കെ പറയാതെ ചില വ്യക്തികൾക്ക് പറയും, പാസ്റ്ററേ ഒരിക്കൽ പോലും ഒന്ന് സന്തോഷിക്കാൻ കഴിയുന്നില്ല, സമാധാനിക്കാൻ കഴിയുന്നില്ല, സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങാൻ കഴിയുന്നില്ല, എന്നും കണ്ണുനീരാ, എന്നും കുടുംബത്തിനകത്ത് വഴക്ക, എന്നും കുടുംബത്തിനകത്ത് പ്രശ്നമാ, എന്താണ് ഒരു പരിഹാരം, എന്താണ് ഒരു മാറ്റമെന്നൊക്കെ ചോദിച്ച് പലരും വിളിക്കാറുണ്ട്. അവരോടൊക്കെ പറയുമ്പോൾ ഒരേ ഒരു ദൂത്, മിദ്യാനി ശക്തി നിന്റെ കുടുംബത്തെ തകർക്കുവാൻ നാളുകളായി തന്ത്രങ്ങൾ മെനയുക. അതിനെ നീ ജയിക്കണം. അപ്പം മിദ്യാനി ശക്തിയെ നീ ജയിക്കാൻ ദൈവത്തിന്റെ ആത്മാവിൽ നിറയപ്പെടണം. അപ്പോൾ യഹോവയുടെ ആത്മാവ് ഗിദെയോന്റെ മേൽ വന്നതുപോലെ തന്നെ ഈ മിദ്യാനി ശക്തിയെ ജയിക്കുവാൻ നീ ദൈവത്തിന്റെ ആത്മാവിൽ നിറയപ്പെടണം.
ഈശ്വരോ, ഈ കാലഘട്ടം നോക്കുക, എത്രയോ കുടുംബങ്ങളെ തകരുന്നത്, എത്രയോ കുടുംബ ജീവിതങ്ങളെ തകരുന്നത്, എത്രയോ കുടുംബങ്ങൾക്കകത്ത് കണ്ണുനീര്, എത്രയോ ആളുകളാണ് അല്ലെങ്കിൽ വിവിധ ക്രിമിനൽ കേസുകൾ അകപ്പെട്ട് തടവറ ജീവിതത്തിലേക്ക് കടന്നു പോകുന്നത്. ലോകത്തിന്റെ പാപസ്വങ്ങൾ വീണ്ടും വിദ്യാനുശക്തികളുടെ കയ്യിൽ അകപ്പെട്ട് സ്വയം നശിച്ചുകൊണ്ടിരിക്കുക കുടുംബങ്ങൾ. അല്ലേലിയ. അതിന്റെ നടുവിൽ എന്നെ കേൾക്കുന്ന പ്രശ്നേഹിത, നിന്റെ കുടുംബം വിടുവിക്കപ്പെടണം ദൈവം ആഗ്രഹിക്കുന്നു. അപ്പൊ ഈ യഹോവയുടെ ആത്മാവ് നിന്റെ മേൽ വരണമെങ്കിൽ, സ്തോത്രം, നീ കർത്താവായ യേശു ക്രിസ്തുവിന്റെ സന്നിധിയിലെ പാപങ്ങളെ ഏറ്റുപറയണം, രക്തം ചെയ്യണം. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവ്, എന്നെ കേൾക്കുന്ന ശ്രോതാവ്, നിന്റെ പാപങ്ങളെ നീ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ നീ ശുദ്ധീകരിക്കപ്പെട്ട് കർത്താവിന്റെ രക്ഷിതാവും പിതാവുമായി സ്വീകരിച്ച് ദൈവത്തിന്റെ മകനായി, ദൈവത്തിന്റെ മകളായി നീ മാറിക്കഴിയുമ്പോൾ, ദൈവ ഭവനത്തിന്റെ അംഗമായി മാറുമ്പോൾ, അപ്പാ പിതാവി എന്ന് വിളിക്കുന്ന പുത്രത്തിന്റെ ആത്മാവിനെ നിന്റെ മേൽ ദൈവം പകരും. ഹല്ലേലൂയ. അങ്ങനെ അപ്പാ പിതാവി എന്ന് വിളിക്കുന്ന പുത്രത്തിന്റെ ആത്മാവിനെ ദൈവം നിന്റെ മേൽ പകർന്നു കഴിയുമ്പോൾ നിന്റെ കുടുംബത്തിനെതിരെ വ്യാപരിച്ചിരുന്ന സകല മിഥ്യാനുശക്തികളും നിന്റെ കുടുംബത്തെ വിട്ട് ഓടിപ്പോകും. അപ്പൊ നിങ്ങളുടെ കുടുംബത്തെ ഇരിക്കുന്നത് ആരാ? മിഥ്യാനുശക്തികളാണ്. ഈ മിഥ്യാനുശക്തികൾ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ അബ്കാരികളും, ഇവിടുത്തെ മയക്കുമരുന്ന് രോഗികളും, ഇവിടുത്തെ വാണിഭക്കാരും, ഇവിടുത്തെ ചൂതാട്ടക്കാരും, ദുർനടപ്പുകാരും, ഇവിടുത്തെ മറ്റ് അസന്മാർഗമായ അശ്ലീലമായ ജീവിത സാഹചര്യങ്ങളുടെ തലമുറയെ തകർക്കുന്ന, ജനത്തെ തകർക്കുന്നവരാണ് ഈ മിഥ്യാനുശക്തികൾ എന്ന് പറയുന്നത്. ഹല്ലേലൂയ. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നിങ്ങൾ അങ്ങനെ ചിന്തിച്ചൊന്ന് വായിച്ച് പഠിച്ചിട്ട് നിങ്ങളുടെ കുടുംബത്തെ തകർക്കുന്ന പൈശാചിക ശക്തിയിൽ നിങ്ങൾ പുറത്തു വരണം. രക്തം ചെയ്യും. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന മാതാവി പിതാവി, നിങ്ങൾ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുമ്പോൾ ഹല്ലേലൂയ, നിനക്കും നിന്റെ കുടുംബത്തിനും ഹല്ലേലൂയ മോചനം പ്രാപിക്കാൻ കഴിയും. ഹല്ലേലൂയ. ഈ സാഹചര്യത്തിന്റെ പാപം മുഖാന്തരമാണ് യഹോവ ഈ സാഹചര്യത്തെ മിദ്യാന്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്തത്. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ ഈ കാലഘട്ടത്തിൽ ജനത്തിന്റെ പാപം മുഖാന്തരം, പാപജീവിത മുഖാന്തരം, ഹല്ലേലൂയ, പാപം ജീവിതത്തിൽ വർദ്ധിച്ചതുകൊണ്ട്, ദൈവഭയം ഇല്ലാതെ മാറിയതുകൊണ്ട്, ദൈവത്തെ അനുസരിക്കാത്ത തലമുറകൾ എഴുന്നേറ്റതുകൊണ്ട് എന്ത് ചെയ്തു? പലരും ശത്രുവിന്റെ കയ്യിൽ അകപ്പെട്ട് കിടക്കുക. മിഥ്യാനുശക്തി എന്ന് പറയുമ്പോൾ സാത്താന്റെ കയ്യിൽ അകപ്പെട്ട് കിടക്കുകയാണ്. ഈശ്വരോ, അതിൽ നിങ്ങൾ പുറത്തു വരണം. നിന്നെ നിന്റെ കുടുംബത്തെ ദൈവം മാനിച്ചുയർത്താൻ ആഗ്രഹിക്കുക. നിന്നെ നിന്റെ കുടുംബത്തെ ദൈവം രക്ഷയിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുക. നിന്നെ നിന്റെ കുടുംബത്തെ ദൈവം ഐശ്വര്യമായിട്ട് അനുഗ്രഹിക്കാൻ ആഗ്രഹിക്കുക. നിന്റെ കുടുംബത്തിന്റെ ബന്ധനത്തെ മാറ്റി, ശാപത്തെ മാറ്റി, നിന്റെ പാപം ക്ഷമിച്ച് നിന്റെ കുടുംബത്തിനകത്ത് ദൈവിക സമാധാനത്തെ തരുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. രക്തം ചെയ്യും. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന മാതാവി പിതാവി, കരഞ്ഞു കലങ്ങിയ കണ്ണുനീരുമായി, കരഞ്ഞു കലങ്ങിയ ഹൃദയവുമായി നീ ഒരുപാട് കാലങ്ങളായില്ലേ പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ട്, ഉപവസിക്കാൻ തുടങ്ങിയിട്ട്, നീ വിവിധ സ്ഥലങ്ങളിൽ പ്രാർത്ഥനയ്ക്ക് അല്ലെങ്കിൽ പോയി കുട്ടിപ്പാണ്ടി ചോദിച്ചിട്ടില്ലേ? നിന്റെ വിഷയങ്ങൾക്കൊരു മറുപടി ലഭ്യമാകാത്തതിന്റെ കാരണം എന്താണ്? ദൈവത്തിന്റെ ആത്മാവിനാൽ നീ നിറയപ്പെടാത്തത് കൊണ്ടാണ്. ഈശ്വരോ, അതുകൊണ്ട് നിങ്ങൾ ദൈവത്തിന്റെ ആത്മാവിനാൽ നിറയപ്പെടണം. അതുകൊണ്ട് പൗലോസ് പറയുകയാണ്, എന്നെ ശക്തനാക്കുന്നതിന് മുഖാന്തരം സകലത്തിനും മതിയാകുന്നു. നിന്റെ ഈ ബലത്തോടെ പോക എന്ന് പരിശുദ്ധാത്മാവിന്റെ ബലം നിങ്ങളിൽ ഉണ്ടെന്ന് നിങ്ങൾ തിരിച്ചറിയണം. ഗിദിയോനോട് പറഞ്ഞതുപോലെ, ഗിദിയോനോട് പറഞ്ഞെന്താണ്? അല്ലലിയ, സ്തോത്രം, യഹോവയുടെ ആത്മാവ് നിന്റെ മേൽ വന്നു. അല്ലലിയ. അപ്പം ഈ ഗിദിയോന്റെ മേൽ യഹോവയുടെ ആത്മാവ് വന്നപ്പോഴാണ് നമ്മുടെ യഹോവയെ ദൈവം പറയുന്നത് ഈ ബലത്തോടെ പോകാൻ. എന്ന് പറഞ്ഞ പോലെ നിങ്ങൾ ഈ ബലത്തോടെ പോക എന്ന് പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ആത്മാവിന്റെ ശക്തി ഉണ്ടായിരിക്കണം. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ് സ്തോത്രം. ലൂക്കോസ് 24-ാം അധ്യായം അതിന്റെ 49-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ യേശു ക്രിസ്തു തന്നെ പറയുന്നത്, നിങ്ങൾ ഉയരത്തിൽ ശക്തി ധരിക്കുവോളം, ഹല്ലേലൂയ, നിങ്ങൾ ഉയരത്തിൽ ശക്തി ധരിക്കുവോളം നിങ്ങൾ നഗരത്തിൽ പാർപ്പി. ഹല്ലേലൂയ. അപ്പം പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ ഉയരത്തിൽ നിങ്ങൾക്ക് ശക്തി നിങ്ങളിലേക്ക് വന്നിറങ്ങുക തന്നെ ചെയ്യുമെന്ന്. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ബലം പ്രാപിക്കുമെന്ന്. ഹല്ലേലൂയ. ലൂക്കോസിന്റെ സുവിശേഷം 24:42 അപ്പോസ്തലപ്രവൃത്തി 1:8 വരുമ്പോൾ, എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദയിൽ എല്ലായിടത്തും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളം നിങ്ങളുടെ സാക്ഷികളായി തീരുമെന്ന്. സ്തോത്രം. അപ്പോസ്തലപ്രവൃത്തി നമുക്ക് വായിക്കാൻ കഴിയും. നിങ്ങൾ എന്ത് ചെയ്യണം? പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം. ഹല്ലേലൂയ.
ആത്മശക്തി പ്രാപിക്കണം. ഹല്ലേലൂയ. ആമീൻ. എന്നിട്ട് നിങ്ങൾ ബലത്തോടെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയോടെ നിങ്ങൾക്ക് നേരെ വ്യാപരിക്കുന്ന പൈശാചിക ശക്തികൾക്ക് നേരെ പോരാടി പ്രാർത്ഥിക്കണം. രക്തം ചെയ്യും. ഹല്ലേലൂയ. അതുകൊണ്ട് നിന്നെയും നിന്റെ കുടുംബത്തെ തകർക്കാൻ ഒരുങ്ങുന്ന പൈശാചിക മണ്ഡലങ്ങളുടെ നടുവിൽ നിന്ന് ദൈവം നിന്നെയും നിന്റെ കുടുംബത്തെയും പുറത്തെടുക്കുവാൻ ആഗ്രഹിക്കുക. നിനക്ക് നഷ്ടമായത്, നിനക്ക് നഷ്ടപ്പെട്ടു പോയത്, നിന്റെ ജീവിതത്തിൽ നിരാശയുടെ നടുവിലൂടെ നീ കടന്നുപോയ അനുഭവങ്ങൾ, അവയെല്ലാം ദൈവം നീക്കിയിട്ട് ഹല്ലേലൂയ ഉല്ലാസത്തിന്റെയും ജയത്തിന്റെയും ഘോഷം നീതിമാന്മാരുടെ കൂടാരങ്ങളിലുണ്ടെന്ന് 118 സങ്കീർത്തനം 15 വാക്യം രേഖപ്പെടുന്നത് പോലെ ആ അനുഭവത്തിലേക്ക് ദൈവം നിന്നെ കൊണ്ടുവരാൻ പോവുകയാണ്. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ ഇതുവരെ മിദ്യാനിൽ ഞെരുക്കിക്കൊണ്ടിരുന്നേ. അപ്പൊ ഇപ്പം ഗിദെയോൻ അവർക്ക് ന്യായാധിപനായി വന്നു. ഹല്ലേലൂയ. ആ മിദ്യാന്റെ കയ്യിൽ നിന്ന് ഇസ്രായേലത്തെ ദൈവം വിടുവിച്ചെടുത്തു. ഇപ്പൊ ഇസ്രായേലത്തിന്റെ കൂടാരങ്ങളിൽ സന്തോഷമാ. ഹല്ലേലൂയ. എന്ന് പറഞ്ഞതുപോലെ ദൈവം നിന്നെ വിടുവിച്ചെടുക്കാൻ പോവുക. നിന്റെ ഭവനത്തിനകത്ത് നിന്നെ ഞെരുക്കിക്കൊണ്ടിരിക്കുന്ന, നിന്റെ കുടുംബത്തിനകത്ത് നിന്നെ തകർത്തുകൊണ്ടിരിക്കുന്ന മിദ്യാനി ശക്തികൾ ദൈവം നിന്നെ പുറത്തെടുത്തിട്ട് ഹല്ലേലൂയ നിന്റെ കുടുംബത്തിനകത്ത് സന്തോഷത്തെ ദൈവം തരാൻ പോവുക. ഹല്ലേലൂയ. രക്തം ചെയ്യും. അത് ഇന്ന് പകൽ നിങ്ങൾ ചിലരുടെ കുടുംബത്തിനകത്ത് ദൈവം പ്രവൃത്തി വെളിപ്പെടുത്താൻ പോവുകയാണ്. നിങ്ങൾ ചിലരുടെ കുടുംബത്തിനകത്ത് ദൈവത്തിന്റെ നീതിയുടെ കരം വെളിപ്പെടാൻ പോവുകയാണ്. ഹല്ലേലൂയ. ഇരുളടഞ്ഞു കിടക്കുന്ന അന്ധകാരത്തിൽ വീണ് കിടക്കുന്ന പൈശാചിക ബന്ധനങ്ങൾ വീണ് കിടക്കുന്ന പുറത്തു വരുവാൻ കഴിയാതെ കുറെ നാളുകളായി ഭവനത്തിനകത്ത് തന്നെ ഹല്ലേലൂയ എന്ത് ചെയ്യുമെന്ന് ഓർത്ത് വിലപിച്ചുകൂടിയ ചില ജീവിതങ്ങളോട് ദൈവത്തിന്റെ ആത്മാവ് വളരെ ശക്തമായ ദൂത് ഹല്ലേലൂയ ദൈവം നിന്നെ പുറത്തെടുക്കാൻ പോവുക. വിശ്വസിക്കുന്ന കരമൊക്കെ തട്ടി ദൈവത്തെ സ്തുതിച്ചാട്ട് നിന്നെ നിന്റെ കുടുംബത്തെ ദൈവം പുറത്തു കൊണ്ടുവരാൻ പോവുക. അല്ലേ, നാളുകൾ എത്രയായി നിന്റെ കുടുംബം കാണുകയില്ല, നാളുകൾ എത്രയായി നീ കാണുകയില്ല നടിയിലൂടെ കടന്നു പോകുന്നു. എത്രയോ കാലങ്ങളായി നീ ശാപത്തിലും പാപത്തിലും വീണ് കിടക്കുന്നു. ഒരു മോചനത്തിന് വേണ്ടി എത്രയോ കാലമായി നീ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ ഇന്ന് പകൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ശക്തമായിട്ട് ഇടപെടുന്ന ദൂത് ഗിദെയോനെ ദൈവം ഉപയോഗിച്ചതുപോലെ ദൈവം നിന്നെ ശക്തമായിട്ട് ഉപയോഗിക്കാൻ പോവുകയാണ്. രക്തം ചെയ്യും. വിശ്വസിക്കുന്നെങ്കിൽ ദൈവത്തിന് സ്തോത്രം പറഞ്ഞാട്ട് ഹല്ലേലൂയ. അപ്പം പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരും. ഹല്ലേലൂയ. വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ശക്തി പ്രാപിക്കും. ഹല്ലേലൂയ. അപ്പോൾ ആകയാൽ എവിടേക്ക് നിങ്ങൾ പോകയാലും നിങ്ങളിലുള്ള പരിശുദ്ധാത്മാവിന്റെ ബലത്തോടെ നിങ്ങൾ പോകണം. പ്രൈസ് ദി ലോർഡ്. എന്നെ കേൾക്കുന്ന മാതാവേ പിതാവേ, നിങ്ങൾ എങ്ങോട്ട് യാത്ര ചെയ്താലും, നിങ്ങൾ എങ്ങോട്ട് പോയാലും നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ ബലത്തോടെ യാത്ര ചെയ്യണം. ഹല്ലേലൂയ. ഗിദെയോൻ ആത്മാവിന്റെ ബലത്തോടെ യാത്ര ചെയ്തതുപോലെ തനിക്ക് മുമ്പിൽ നിൽക്കുന്ന മിദ്യാനി ശക്തികളെല്ലാം കീഴ്പ്പെടുത്തുവാൻ ഉള്ള ആത്മശക്തി പ്രാപിച്ചതുപോലെ നിങ്ങൾ എന്ത് ചെയ്യണം? പരിശുദ്ധാത്മാവിന്റെ ശക്തിയോടെ പോകണം. രക്തം ചെയ്യും. ഹല്ലേലൂയ. ആത്മശക്തിയാണ് നമുക്ക് ആവശ്യമെന്ന് പറയുന്നത്. വീണ്ടും നാം ദൈവത്തിന്റെ വചനം വാക്കുകളുടെ കർത്താവിന്റെ വചനപ്രകാരം, ദൈവത്തിന്റെ വചനപ്രകാരം ഗിദെയോൻ പുറപ്പെട്ടു പോയപ്പോൾ മിദ്യാനിരെ നശിപ്പിച്ചു. ഹല്ലേലൂയ. അപ്പൊ യഹോവയായി ദൈവത്തിന്റെ വാക്ക് കേട്ട് യഹോവയുടെ ആത്മാവ് ഗിദെയോന്റെ മേൽ വന്ന് ഗിദെയോൻ പുറപ്പെട്ടു പോയപ്പോൾ എന്ത് ചെയ്തു? മിദ്യാനിരെ നശിപ്പിച്ചു. കടൽക്കരയിലെ മണൽ പോലെ അനേകമായിരുന്നവരുടെ മേൽ ജയം ഭരിച്ചു. മിദ്യാനിശക്തി എങ്ങനെ? കടൽക്കരയിലെ മണൽ പോലെ, മണത്തരികൾ പോലെ ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ ഇസ്രായേലിനെതിരെ കടന്നു വരികയാണ്. പക്ഷെ ഇസ്രായേലിനെതിരെ കടന്നു വന്ന ഈ വലിയ മഹാജനത്തെ സ്തോത്രം അവർ അനേകമായിരിക്കും. എല്ലാവരും അവരുടെ മേൽ ഗിദെയോൻ ജയം പ്രാപിച്ചു. കാരണം യഹോവയുടെ ആത്മാവ് അവരെ നയിച്ചു കൊണ്ടിരിക്കുക. സ്തോത്രം. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, ഗിദെയോന്റെ ദൈവം നിങ്ങളുടെ ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. ഗിദെയോന്റെ ദൈവം നിങ്ങളുടെ ദൈവമാണ്. ഗിദെയോന്റെ മേൽ പകർന്ന ആത്മാവിനെ ദൈവം നിന്റെ മേൽ പകരാൻ ആഗ്രഹിക്കുന്നു. ഗിദെയോൻ ജയം ഭരിച്ചതുപോലെ നിന്നെ ജയം ഭരിക്കുവാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. ഇസ്രായേലത്തെ ദൈവം ഗിദെയോനിലൂടെ പുറത്തെടുത്തതുപോലെ നിന്നെ നിന്റെ കുടുംബത്തെ ദൈവം പുറത്തെടുക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഇസ്രായേലത്തെ ഞെരുക്കിയ മിദ്യാനി ശക്തികളെ ഗിദെയോൻ തകർത്ത് കളഞ്ഞതുപോലെ നിന്നെ നിന്റെ കുടുംബത്തെ തകർക്കുന്ന മിദ്യാനി ശക്തികളെ, സാത്താന്റെ തന്ത്രങ്ങളും ദൈവം നിന്റെ കുടുംബത്തെ പുറത്തെടുക്കാൻ പോവുകയാണ്. രക്തം ചെയ്യും. ഹല്ലേലൂയ. രക്തം ചെയ്യും. അതുകൊണ്ട് ഗിദെയോന്റെ ദൈവം നിങ്ങളുടെ ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഗിദെയോന്റെ വാള് എന്ന് ഇത് ഗിദെയോന്റെ വാള് എന്ന് വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം. ഗിദെയോന്റെ വാൾ
മിഥ്യാന ശക്തികളെ വെട്ടിയെങ്കിൽ, അല്ലെങ്കിൽ മിഥ്യാനെ തകർത്തെങ്കിൽ, ഈ കാലഘട്ടം ദൈവത്തിന്റെ വചനമാകുന്ന വാൾ ദൈവം നിങ്ങളുടെ കരങ്ങളിൽ എത്തിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഗിദെയോന്റെ കയ്യിൽ ദൈവത്തിന്റെ വാൾ ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ദൈവത്തിന്റെ വചനമാകുന്ന വാള് ദൈവം നിങ്ങളുടെ കൈകളിൽ തന്നിരിക്കുന്നു. ശത്രു ഒരിക്കലും നിങ്ങളെ ജയിക്കുകയില്ല. ശത്രുവിന് ഒരിക്കലും നിങ്ങളെ ജയിപ്പാൻ കഴിയാത്ത വിധത്തിലാണ് ദൈവത്തിന്റെ വചനമാകുന്ന വാൾ ദൈവം നിങ്ങളുടെ കരങ്ങളിലും നിങ്ങളുടെ അധരങ്ങളിലുമായി പകർന്നിരിക്കുന്നത്. അതുകൊണ്ട് വചനം എടുത്ത് നീ ഉപയോഗിക്കണം. വചനം നിന്റെ ജീവിതത്തിനകത്ത് അത്ഭുതം ചെയ്യും. ഹല്ലേലൂയ. ഗിദെയോൻ എന്ന ഇസ്രായേലിന്റെ വാളല്ലാതെ മറ്റൊന്നുമല്ല. ദൈവം മിദ്യാനെയും ഈ പാളയത്തെ ഒക്കെയും അവന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് മിദ്യാനിയർ വിളിച്ചു പറയാൻ കാരണമായി ന്യായാധിപന്മാരുടെ പുസ്തകം 7:14 വായിച്ച് നമുക്ക് കാണാൻ കഴിയും. അത് മിദ്യാന്യരെ തകർത്ത് കളയുവാൻ വേണ്ടി ദൈവം ഉപയോഗിച്ച വ്യക്തിയാണ് ഗിദെയോൻ എന്ന് പറയുന്ന വ്യക്തി. ഹല്ലേലൂയ. അതുകൊണ്ട് ഗിദെയോന്റെ കയ്യിലുണ്ടായിരുന്ന വാൾ അത് ദൈവത്തിന്റെ വാളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ കാലഘട്ടത്തിൽ ദൈവം നിന്നെ ആത്മാവിൽ നിറയ്ക്കുക. രക്തം ചെയ്യും. ഞാൻ വായിച്ച വചനത്തിലേക്ക് മടങ്ങി വന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നാം വായിച്ച വചനം എന്താണ്? സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. സ്തോത്രം. ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായത്തിന്റെ 34-ാമത്തെ വാക്യമാണ് ഇങ്ങനെ എഴുതിയിരിക്കുന്നു. അപ്പോൾ യഹോവയുടെ ആത്മാവ് ഗിദെയോന്റെ മേൽ വന്നു. അവൻ കാഹളം ഊതി അബീയേസരെ തന്റെ അടുക്കൽ വിളിച്ചു കൂട്ടി. ഹല്ലേലൂയ. അത് നിങ്ങളും ഒന്നിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് ഉപവസിച്ച് ദൈവത്തിന് സ്തുതി സ്തോത്രങ്ങൾ മുഴക്കി. ഹല്ലേലൂയ. ദൈവത്തിന്റെ ആത്മാവിനെ പ്രാപിക്കണം. ദൈവത്തിന്റെ ആത്മാവിനെ പ്രാപിച്ച് കർത്താവിന് വേണ്ടി നിങ്ങൾ ഉണർന്ന് പ്രവർത്തിക്കണം. ഈശ്വരോട്. അതുകൊണ്ട് ഇത് പകൽ ഈ ദൈവത്തിനെ കേട്ടുകൊണ്ട് ശ്രോതാവേ, നിങ്ങൾ ജീവിതത്തെ തരിപ്പണമായി ജീവിതത്തിൽ കണ്ണുനീരും ദുഃഖത്തിലും ജീവിതത്തിൽ വേദനയിലും ശാപത്തിലും പാപത്തിലും ഒക്കെയാണോ കടന്നു പോകുന്നത്? മിഥ്യാന്റെ കയ്യിലകപ്പെട്ട് ജനസാചരത്തെ പോലെ നിങ്ങൾ ഈ ലോകത്തിന്റെ സാത്താനിഷ്ഠികളുടെ കയ്യിൽ അകപ്പെട്ട് ഞെരുങ്ങിക്കൊണ്ടിരിക്കുന്ന അനുഭവമാണെങ്കിൽ ഇന്ന് പകൽ നിങ്ങൾ യേശുവിടെ പറ, കർത്താവേ, ഗിദെയോനെ ഉപയോഗിച്ചതുപോലെ എന്നെ ഇത് ഉപയോഗിക്കണമേ. ഗിദെയോന്റെ മേൽ പകർന്ന ആത്മാവിനെ എന്റെ മേൽ പകരണമേ. ഗിദെയോന്റെ കയ്യിൽ കൊടുത്ത വാള് അത് മിഥ്യാന്റെ തകർത്തുവെങ്കിൽ കർത്താവേ, അങ്ങയുടെ വചനമാകുന്ന അങ്ങയുടെ ആത്മാവിന്റെ വചനമാകുന്ന വാള് എന്നെ നിറച്ച് കർത്താവേ, ശത്രു സൈന്യത്തെ എതിരിടുവാൻ, ശത്രു സൈന്യത്തെ പോരാടുവാൻ, അവനെ ജയിക്കുമ്പോൾ ആത്മാവിന്റെ ബലശക്തിയും വചനമിൽ നിറയ്ക്കണമെന്ന് നിങ്ങൾ ദൈവത്തോട് പറയുമ്പോൾ യേശു നിങ്ങൾ അത്ഭുതം ചെയ്യും. അത് ഇന്ന് വരെ കർത്താവ് യേശുവിന് വേണ്ടി ഹൃദയം കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഇന്ന് പകൽ യേശു വേണ്ടി നിങ്ങളുടെ ഹൃദയം കൊടുക്കുക. കർത്താവേ, എനിക്ക് ഈ പാപജീവിതം മതി, ഈ ശാപജീവിതം മതി, ഈ സാത്താന്റെ ബന്ധനത്തിൽ വേണ്ട, ഈ ലോകത്തിന്റെ സുഖങ്ങളൊന്നും വേണ്ട, എനിക്ക് അങ്ങയോടുള്ള ജീവിതം മാത്രം മതി എന്ന് പറഞ്ഞ് നിങ്ങൾ കർത്താവിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ, കർത്താവിന് വേണ്ടി ഹൃദയം കൊടുക്കുമ്പോൾ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. ദൈവാത്മാവിന്റെ നിങ്ങളുടെ മേൽ പകരം നിങ്ങൾ മിഥ്യാനിശ്ചയത്തിൽ ജയിക്കുക തന്നെ ചെയ്യും. ഇതോടെ സാത്താനിശ്ചയത്തിൽ ജയിക്കും. നിന്റെ കുടുംബത്തെ ദൈവ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കും. കണ്ണുകളടച്ചാട്ട് പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവം ഈശോയ്ക്ക് പിതാവി, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി സ്തോത്രം. ഈ വചനം കേട്ടുകൊണ്ട് സകല ജനത്തെ നിങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കർത്താവിന്റെ വില്ലേജ് പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, താലൂക്ക്, ബ്ലോക്ക്, ജില്ലാ ഭരണ മേധാവികൾ, സംസ്ഥാനങ്ങൾ, രാജ്യങ്ങൾ, രാഷ്ട്രങ്ങൾ ഭരിക്കുന്ന രാജാക്കന്മാർ, രാജ്യമാർ, പ്രധാനമന്ത്രി, പ്രസിഡന്റ്, ഗവർണർ, പട്ടാള മേധാവികൾ, ഗോത്രങ്ങളെ, ദ്വീപുകളെ, ആദിവാസികളെ, ട്രൈബൽ മേഖല ഗോത്ര വിഭാഗങ്ങളെ കർത്താവിനെ ഭരിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. രാജാക്കന്മാരെ കർത്താവി സ്തോത്രം. ഹല്ലേലൂയ. കരസേന, വ്യോമസേന, നാവികസേന അധികാരികൾ, കർത്താവിന്റെ BSF, CRP അതിർത്തികൾ കാക്കുന്നവർ, ക്രമസമാധാന പാലകരെ, നിയമനിർമ്മാണ രംഗം നിൽക്കുന്നവരെ, വിഭാഗങ്ങളെ, പോലീസിന്റെ വിവിധ സെക്ഷനുകളെ, ജുഡീഷ്യൽ വിവിധ വിഭാഗങ്ങളെ, കരയിലും കടലിലും ആകാശമാർഗം വാഹനം ഓടിക്കുന്ന, യാത്ര ചെയ്യുന്ന, വാഹനങ്ങളെ സെയിൽസ് ചെയ്യുന്നവർ, കടലോരവാസികളും തീരദേശവാസികളും മത്സ്യബന്ധനായി ജോലി ചെയ്യുന്നവരെയും, അല്ലെങ്കിൽ കത്താം സമുദ്രത്തിലെ ആഴങ്ങളിൽ ജോലി ചെയ്യുന്നവർ, ഖനികളിലും കമ്പനികൾ, ഫാക്ടറിയിൽ ജോലി ചെയ്യുന്നവർ, വലുതും ചെറുതുമായിട്ടുള്ള വ്യാപാരികളെയും വ്യവസായികളെയും, എല്ലാ വഴിയുടെ ബിസിനസ്സുകാരെയും, ഇവിടുത്തെ സഹകരണ മേഖല, പുതുമേഖല, യൂണിയൻ, കൺസ്ട്രക്ഷൻ മെക്കാനിക് ആയിരിക്കുന്നവർക്ക് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ് മത, സാമൂഹിക, സാംസ്കാരിക സംഘടന, ചരിത്ര, മാധ്യമ, മീഡിയ രംഗങ്ങൾക്ക്, ആരോഗ്യമേഖല, വിദ്യാഭ്യാസ മേഖല, സയന്റിസ്റ്റ്, എഞ്ചിനീയർമാരെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. ദേശരാജ്യങ്ങളിൽ ജോലിക്കായി കടന്നു കഷ്ടം സഹിക്കുന്ന, വേദന ലഭിക്കുന്നവർ, സാലറി കിട്ടാൻ നാട്ടിലേക്ക് കടന്നു വിസ നഷ്ടപ്പെട്ടവർ, വിവിധ കേസുകൾ ജയിലിറക്കപ്പെട്ടവർ എല്ലാം വിടിവിക്കപ്പെടുന്നു. ദേശരാജ്യ ജോലിക്കായി കടന്നു കഷ്ടസേനയുടെ സൗകര്യമാർ, വാർദ്ധക്യ സൗകര്യമായ രോഗത്തിൽ ഭാരം, ക്ഷയരോഗം, ക്യാൻസർ രോഗത്തിൽ ഭാരപ്പെടുന്നവർ,
മദ്യപാനത്തിനും പരസ്യശുദ്ധി അവൻ വീണ് കിടക്കുന്ന ജീവിതങ്ങളിൽ സർജറി ആശ്ചര്യപ്പെട്ട് കിടക്കുന്ന ജന്മനാ വൈകല്യമുള്ളവരെ ഒക്കെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. ജനത്തെ വിടിവിക്കണമേ, ജനത്തിൽ ആശ്വാസമാധാനം കൊടുക്കണമേ പ്രാർത്ഥിക്കുകയാണ്. ശൈശവത്തിലും ബാല്യത്തിലും കൗമാരത്തിലും യൗവനത്തിലും വാർത്തയിലും അച്ഛന യാചകർ ഓർഫനേജ് ജീവിത തടവറയിലായിരിക്കും പ്രാർത്ഥിക്കും വിടുതലയക്കണം കർത്താവേ. ദൈവത്തിന്റെ ദാസിദാസന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. കേരളത്തിലും ഭാരതത്തിലും രാജ്യങ്ങളിൽ കർത്താവിന്റെ പേരെ സ്നേഹിച്ച് കടന്നു ദൈവത്തിന്റെ മക്കൾ ദൈവദാസിദാസന്മാർ കഷ്ടം സഹിക്കുന്ന വേദന അനുഭവിക്കുന്നവർ പ്രതികൂല കടന്നുപോയി ജയിൽവാസം അനുഭവിക്കുന്നവരൊക്കെ ദൈവം വിടിവിച്ച് സൗഖ്യ സമാധാനം കൊടുക്കണമേ പ്രാർത്ഥിക്കുകയാണ്. ഈ ദിവസങ്ങൾ കർത്താവ് ലോകം മുഴുവൻ സകല ജനങ്ങളും വിദ്യാനിശ്ചിത എന്നൊരു പാപത്തിൽ വീണ് സാത്താന്റെ കയ്യിൽ അകപ്പെട്ട് കിടക്കുന്നു. ഇതുപോലെ കർത്താവ് ജനത്തിൽ വിടിക്കപ്പെട്ടു പോകാൻ ഇതിന്റെ മേൽ പകർന്ന അതേ ആത്മാവ് ബന്ധുക്കോസ് നാളിൽ ആമെ കൂടി നൂറ്റിയുടെ പകർന്നതുപോലെ ഈ കാലഘട്ടത്തിൽ വലിയൊരു കൂട്ടം ജനത്തിന് ആത്മാവിനെ പകർന്ന് ജനപാപത്തിൽ നിന്ന് മടങ്ങി വന്ന് കർത്താവിന്റെ വരവേണ്ടി വിശുദ്ധ ജീവിതം നയിപ്പാൻ ജനത്തെ അഗ്നികണ്ഠ തുറക്കണമേ. തലമുറകളെ മാനിക്കണം, മാനസാന്തരം കൊടുക്കണമേ. അടിക്കടിയായ അപകടങ്ങൾ പെരുകുമ്പോൾ, ഈ കാലവർഷം പെരുകുമ്പോൾ അതിനൊക്കെ ജനത്തെ വിടിവിക്കണമേ. മനുഷ്യൻ കർത്താവ് ഈ സ്വയനീതിയിലേക്ക് പോകാതെ പാപത്തെ വിട്ടൊഴിഞ്ഞ് യേശുക്രിസ്തുവിന്റെ വീണ്ടെടുപ്പ് പ്രാപിപ്പാൻ നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങുവാൻ ഈ ജനത്തിന്റെ ആത്മീയകണ്ണുകൾ തുറക്കണ്ണായി പ്രാർത്ഥിക്കുന്നു. യേശു കർത്താവിന്റെ വിരിയേറിയ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ.